നമസ്കാരം. ജീവിതം സാക്ഷിയിലേക്ക് ഏവർക്കും സ്വാഗതം. പാലക്കാട് ചിറ്റൂരിൽ നിന്നും ബാബു തോമസ് ആണ് ഒരു പരാതിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം തിരിച്ചു പിടിക്കണം എന്ന് വെച്ചാൽ ഭാര്യയും 2 മക്കളും അദ്ദേഹത്തോടൊപ്പം താമസിക്കാൻ വിസമ്മതിക്കുന്നു. അവരോടൊപ്പം വീണ്ടും ഒന്നിച്ച് താമസിക്കാൻ വേണ്ടിയുള്ള ആവശ്യമായിട്ടാണ് ബാബു തോമസ് വന്നിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം. ബാബു, കൃത്യം ചിറ്റൂര് തന്നെയാണോ വീട്, അതോ? അഗളി ചിറ്റൂരാണ്. അഗളി ചിറ്റൂര്. അപ്പൊ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 98 ജനുവരി 22 രജിസ്റ്റർ ചെയ്തതാണ്. പ്രണയിച്ച് കല്യാണം കഴിച്ചതാ? അതെ. ആണ്. എത്ര വർഷമായിരുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രേമം? അങ്ങനെ 1 വർഷം അടുത്ത്. 1 വർഷത്തിന്. എങ്ങനെയായിരുന്നു പരിചയം രണ്ടുപേരുമായിട്ടുള്ള? ഞങ്ങൾ രണ്ടുപേരും അയൽവാസികളായിരുന്നു. ഓ, അപ്പം വീട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നു നിങ്ങൾ തമ്മിൽ അടുപ്പമാണെന്നുള്ള കാര്യം? അറിയാമായിരുന്നു. പക്ഷെ വിവാഹം ചെയ്ത് തരാൻ തയ്യാറായില്ല. അവര് നമ്മുടെ ഒരു രീതിയിലല്ല അവര് ജീവിച്ചു വന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവരാണോ? അല്ല, താഴ്മയിലേക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടുകാരാണ് അത് സമ്മതിക്കാത്തത് അല്ലേ? അവരുടെ വീട്ടുകാര് നമ്മളോട് കൂടുതലായിട്ടും എന്താ പറയാ, നമ്മളെ ഇല്ലാണ്ടാക്കി കളയണമെന്നൊരു ചിന്താഗതിക്കാരത്തിയായിരുന്നു അമ്മായിയമ്മ. അതിന്നും തുടർന്നോണ്ടിരിക്കുകയാണ്. ശരി. ഞങ്ങൾ 13 കൊല്ലം പിരിഞ്ഞ് ജീവിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും വിവാഹം കഴിച്ചിട്ട് എത്ര വർഷം ഒരുമിച്ച് ജീവിച്ചു? 1 വർഷം. 1 വർഷം. എന്നിട്ട് അതില് കുഞ്ഞുങ്ങള്? ഒരാള്. ഒരു മോനുണ്ട്. +1 പഠിക്കുന്നു. ഇപ്പൊ +1 പഠിത്തം നിർത്തിയ ആള് നമ്മളെ തലയിറക്കിയായി. ഇപ്പൊ വലുതായി. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പോയോ? ഇല്ലില്ല, ഉണ്ടായി 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടിച്ചു. കുഞ്ഞിന് 6 മാസമായപ്പോൾ പരസ്പരം വഴക്കുണ്ടായി പോയി. എന്നിട്ട് പിന്നെ ആ സ്ത്രീ അവരുടെ വീട്ടിൽ പോയോ? അവരുടെ വീട്ടിൽ പോയി. അവരുടെ വീട്ടിൽ നിന്നുകൊണ്ട് വേറെ ജോലി ചെയ്ത് അങ്ങനെ അംഗനവാടി ജീവനക്കാരിയായി. ചെറിയ ജോലിയൊക്കെ ഉണ്ട് ഇപ്പോൾ. അംഗനവാടിയിലെ ജീവനക്കാരിയാണ്. അത് വെച്ചോണ്ടാണ് ആ കുഞ്ഞിനെ പോറ്റുന്നത്. അവരാണ് ജോലി ചെയ്തത് അല്ലേ? 13 വർഷം നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ നാട്ടിലായിരുന്നു. ഇവിടെ ഏറ്റുമാനൂര്. അവിടെ എന്തായിരുന്നു പണി? അവിടെ ഞാൻ കുക്കാണ്. അങ്ങനെ മനഃപൂർവ്വം മാറി നിന്നാണ്. ജീവിതം ശരിയാകില്ലാന്ന് കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ സഹതാപം തോന്നി. വീണ്ടും ഒന്നിച്ചു. അതിൽ നിന്നൊരു പെൺകുഞ്ഞുണ്ടായി. പേര് ആഗ്നസ് എന്നാണ്. ഇപ്പോൾ 2 വയസ്സുണ്ട്. രണ്ടാമത്തെ പെൺകുഞ്ഞ്. 13 വർഷം ഒരിക്കൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ വന്ന് കാണണമെന്നോ അങ്ങനെയൊന്നും തോന്നിയില്ലേ? തോന്നാതെയല്ല മാഡം, നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ അങ്ങോട്ട് അടുപ്പിക്കില്ലാത്തൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മനഃപൂർവ്വം അങ്ങോട്ട്. നിങ്ങളുടെ വീട്ടിലും വരത്തില്ലായിരുന്നു നിങ്ങൾ? എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് പൊളിഞ്ഞതോടുകൂടി എൻ്റെ വീടും എല്ലാം പൊളിഞ്ഞു പോയി. എൻ്റെ അമ്മ പറഞ്ഞാൽ തിരിയില്ലാത്തൊരു വ്യക്തിയാണ്. പിന്നെ 3 പെങ്ങന്മാരാണ്. പറഞ്ഞാൽ തിരിയില്ലാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖം അങ്ങനെ എന്തെങ്കിലും? തലയ്ക്കകത്ത് ബ്ലഡ് കയറി അങ്ങനെ ഒരു സ്ഥിരതയില്ലാത്തൊരു കണ്ടീഷനായി പോയി. അങ്ങനെ ഞങ്ങൾ 5 മക്കളാണ്. കാരണവന്മാർക്ക് മക്കൾക്ക് വേണ്ട സ്നേഹവും താല്പര്യവും തന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങനൊരു ജീവിതമായി. വിദ്യാഭ്യാസം തന്നിട്ടില്ല. അച്ഛൻ മരിച്ചുപോയി. നേരത്തെ മരിച്ചു പോയതാ. പെങ്ങന്മാരെയൊക്കെ കല്യാണം കഴിച്ചൊക്കെ അയച്ചു? എല്ലാവരും കല്യാണം കഴിച്ചു. എല്ലാം കഴിഞ്ഞു. മൂത്ത മകനെ കണ്ടു നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി താമസിച്ചു അല്ലേ? സഹതാപം എന്നുള്ള വാക്ക് നിങ്ങൾ ഉപയോഗിച്ചാലും അതിനപ്പുറത്തൊരു സ്നേഹം ഉണ്ടാവണമല്ലോ. താമസിക്കുകയായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാവാൻ കാരണം? ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു കോളനിയാണ്. അവിടെ ഈ അട്ടപ്പാടി മേഖല എന്ന് പറഞ്ഞാൽ ആദിവാസി മേഖലയാണ് കംപ്ലീറ്റ്. ആ ഒരു താരിപ്പിലേക്ക് നമ്മുടെ കുട്ടി പോകുന്ന ഒരു സന്ദർഭത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊരു ഇതിലേക്ക് വന്നത്. ഇപ്പൊ 16 വയസ്സുള്ള കൊച്ച് കോളനി കൂടെ നടന്ന് ആവശ്യമില്ലാത്ത ചള്ളുപിള്ള സ്വഭാവങ്ങൾ മാത്രമേ അവൻ്റെ കയ്യിലുള്ളൂ. അപ്പൊ അവിടുത്തെ ജീവിത ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ അതിൽ നിന്നൊരു മോചനം എനിക്ക് വേണം. ഞാനെങ്ങനെ നടന്നു എന്നല്ല, എൻ്റെ പിള്ളേര് നന്നായി ജീവിക്കണം. അപ്പൊ നിങ്ങൾക്ക് അവിടുന്ന് മാറി താമസിക്കാൻ വേണ്ടി നിർബന്ധം അല്ലേ? അപ്പൊ അവർ ആ ജോലി വിട്ട് ആ പ്രദേശം വിട്ട് വരാൻ ജോലി കളയണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എൻ്റെ പെൺകൊച്ചിന്റെ ഭാവിയുള്ള ജോലിയാണ്. അപ്പൊ ഒരിക്കലും ഞാൻ പറയല ജോലി കളയണമെന്ന് പറയില്ല. പക്ഷെ അവിടെ ആ നാട്ടിൽ നമുക്ക് വിലയില്ലെങ്കിൽ അന്യനാട്ടിൽ നമുക്ക് വില ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കാം എന്നുള്ള അതാണ് നിങ്ങളുടെ ആഗ്രഹം? അതാണ് ആഗ്രഹം. ഇപ്പൊ താമസിക്കുന്ന വാടക വീടാണോ? അല്ല, അത് ഞാൻ പിരിഞ്ഞതിന് ശേഷം എൻ്റെ വൈഫ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് വീടിന് വാടക കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇനി വേറെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു അന്യ സ്ഥലത്ത് പോയാൽ എവിടെയാ ഉദ്ദേശിക്കുന്നത് ബാബു പോവാൻ? എങ്ങനെയെങ്കിലും വാടകയ്ക്ക് എൻ്റെ പിള്ളേരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടാൻ. പാലക്കാട് ജില്ലയിലോ അവിടെ ഇങ്ങോട്ട് പാലക്കാട്
ടൗൺ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും മാറി വന്ന് താമസിക്കണം. അതന്നെ. താമസം എങ്ങനെ ബാബു ജോലി ചെയ്ത് ജോലി ചെയ്യാൻ, പക്ഷേ എൻ്റെ വൈഫിന്റെ ജോലി പോകാനും പാടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ജീവിതം വരുള്ളൂ. അപ്പൊ കുഞ്ഞുങ്ങളെ കൊണ്ട് ബാബു ഇവിടെ അങ്ങനെ വരില്ല. അതായത് ഇവിടെ വേറെ ജോലിക്ക് ശ്രമിക്കാന്ന് അല്ലേ? അങ്ങനെയല്ല, ഈ ജോലി കളയാതെ തന്നെ വേറെ ഇപ്പം വാടകയ്ക്ക് മാറിക്കൊണ്ട് തന്നെ ഈ ജോലി പോകാതെ തന്നെ ഇപ്പൊ ടീച്ചറായിട്ട് ജോലി കയറി. ഇപ്പൊ ഹെൽപ്പറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ 10 കൊല്ലത്തിനുള്ള ടീച്ചറായിട്ട് ജോലിക്ക് കയറാന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ട്രാൻസ്ഫർ മേടിക്കാം എന്നാണ് പറയുന്നത്. അതുവരെ നമുക്ക് നമ്മുടെ പിള്ളേരുടെ സുരക്ഷിതയ്ക്ക് വേണ്ടിയിട്ട് എങ്ങോട്ടും മാറി താമസിക്കാന്ന് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. ബാബുവിന്റെ ആവശ്യം എന്റെ കുടുംബക്കാരായിട്ട് നമ്മളെ സീറോ ബാലൻസ് ആയി കളഞ്ഞു. നമ്മുടെ ഭൂമി കാര്യങ്ങളെല്ലാം വിറ്റ് നമുക്കൊരു രൂപ പോലും തരാതെ ഒന്നുമില്ലാത്തൊരു ഗതിയിലേക്ക് ആക്കി. ഇനിയിപ്പോൾ അധ്വാനിച്ച് എന്തായാലും കുടുംബം പോറ്റണമെന്ന് ആഗ്രഹമുണ്ട് ബാബുവിന്. അവരെ വീണ്ടും ഇപ്പൊ ഈ പരാതി കൊടുക്കുന്നതിന് മുൻപ് എത്ര നാളായി അവരുമായിട്ട് പിരിഞ്ഞു നിന്നിട്ട്? ഇപ്പം അതായത് 2014 ഡിസംബർ 23 ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ മദ്യപിച്ച് ഇതിനെ ചൊല്ലി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അത് വലുതാക്കി, അതായത് നേരത്തെ മുതലേ ചെറിയൊരു പ്രശ്നമാണേലും അത് വലുതാക്കി ഓടി പോലീസ് സ്റ്റേഷനിൽ പോവുക, അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് നമ്മുടെ അമ്മായിമ്മയും നമ്മുടെ വൈഫും ചെയ്യുന്നത്. അതാണ് ഞാൻ ആ 13 വർഷം മാറി നിൽക്കാനുള്ള കാരണം. ബാബു മദ്യപിച്ച് ഉപദ്രവിക്കുവോ സ്ത്രീ? ഉപദ്രവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും പറയും. അപ്പം അങ്ങനെ 1-2 അടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് കാര്യമായൊരു പ്രശ്നങ്ങൾ ഞാൻ ഇന്നുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഈ മൂത്ത കുട്ടി അടിക്കുമായിരുന്നു ബാബു? ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ പ്രശ്നം ഉണ്ടായപ്പം ചെമ്പരത്തി വടി വെട്ടിയിട്ട് മുട്ടിന് താഴെ 2 അടി വെച്ച് കൊടുത്തു. അതിനാണ് കൂടുതലായിട്ട് കേസ് കൊടുത്തത് എൻ്റെ പേരിൽ. കൊച്ചിനെ അടിക്കുന്നു എന്നും പറഞ്ഞാണ് കേസ് കൊടുത്തത്. മദ്യം അല്ലാതെ മയക്കുമരുന്നുകൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? മയക്കുമരുന്നൊന്നും ഉപയോഗിച്ചില്ല. ഞാനിപ്പം മദ്യം അല്ലെങ്കിൽ പുകവലി എല്ലാം നിർത്താൻ തയ്യാറ്. പക്ഷെ അവിടുത്തെ ജീവിതശൈലി അങ്ങനെയല്ല മേഡം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അത് വന്ന് കണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ഒരു പവർ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എന്തും എൻ്റെ മക്കൾക്ക് വേണ്ടി നിർത്താൻ തയ്യാറാണ്. പക്ഷെ ഞാൻ മാത്രം നിർത്തിക്കൊണ്ടൊന്നും ആകുന്നില്ല. ചുറ്റുപാടുകളെല്ലാം ഇതൊക്കെ കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത് എന്നുള്ളതാണ്. മുട്ടിന് ഇങ്ങനെ ചിരട്ട കമത്തി വെച്ച പോലെ വീടുകളാണ്. ഭാര്യ ഏത് സ്കൂളിലാണോ ജോലി എടുക്കുന്നത്? മറ്റേ അംഗനവാടി ഹെൽപ്പറാണ്. അതെ, അതെവിടെയാണ്? അതവിടെ വെങ്കക്കടവ് എന്ന് പറയും, അവിടെ അടുത്ത് തന്നെയാണ്. അവിടെ നിന്നൊരു 3 കിലോമീറ്ററോളം. അവിടെയാണ് സ്വന്തമായിട്ട് വീട് വെച്ചിട്ടുള്ളത്? അവിടെ നിന്ന് 3 കിലോമീറ്റർ ഇപ്പറയാണ് വീട്. 3-4 കിലോമീറ്ററോളം വരും. എന്നും നടന്നു വരണം. മൂത്ത കുട്ടി പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? ആൺകുട്ടിയാണ്. അല്ല, അപ്പൊ ബാബുവിന്റെ ആവശ്യം ഇപ്പം അവരെ ആ പ്രദേശത്ത് നിന്ന് കുഞ്ഞുങ്ങളെ മാറ്റി സ്കൂളിൽ പഠിപ്പിക്കുക, അവർക്ക് മറ്റൊരു ജോലി, മെച്ചപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാം. മറ്റൊരു ജോലി ഞാൻ പറയില്ല, ഈ ജോലി ആണെങ്കിലും മതി. അത് ഒരിക്കലും നമ്മൾ അത് അവിടുത്തെ ഏതെങ്കിലും അംഗനവാടിയിൽ ചെല്ലുന്ന സ്ഥലത്ത് അംഗനവാടിയിൽ ജോലി ചെയ്യാന്നുള്ളതാണോ? അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ആ ജോലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിട്ടും. അത് ട്രാൻസ്ഫർ അങ്ങനെ കിട്ടും, അങ്ങോട്ട് മാറ്റി വാങ്ങിക്കാം എന്നുള്ളത് പോലെ. അത് ഏതെങ്കിലും സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടോ ബാബു? ഇല്ല, ഞാൻ ഒന്നും ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അല്ല, ഏറ്റുമാനൂരൊക്കെ 13 വർഷം ജോലി ചെയ്ത സ്ഥിതിക്ക് അങ്ങോട്ട് പോവാം, അവിടെ പരിചയമുള്ളൊരു സ്ഥലമായല്ലോ എന്നൊരു ഐഡിയ ഉണ്ടോ? അമ്മാവന്മാരും ഒക്കെ അവിടെ താമസിക്കുന്നുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ എന്നൊരു ചിന്തയുണ്ടോ? ഉണ്ട്. അവിടെ വേറെ സ്ത്രീയുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു ബാബുവിന്? ഉണ്ടായിരുന്നു. 6 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ബന്ധം ഉണ്ടായിരുന്നു. 8 വർഷം ഞങ്ങൾ ഒന്ന് ജീവിച്ചു. അതിനകത്ത് വേറൊരു കാരണം കൂടെ ഉണ്ട്. ആ പുള്ളിക്കാരത്തിൻ്റെ കൊച്ചിന് സുഖമില്ലാതെ വന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇച്ചിരി പൈസ ഉണ്ടായി. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന കാലം. അപ്പം ഞാൻ ആ പൈസ ഇറക്കി, ഞാനല്ലാണ്ട് കുടുംബജീവിതമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, പുള്ളിക്കാരത്തിക്ക് അറിയാം കാര്യം. അങ്ങനെ ഒരു 8 വർഷം ജീവിച്ചിരുന്നു. അവർക്ക് ഭർത്താവും കുടുംബവും ഇല്ലില്ല, ഒന്നുമില്ല, ഒറ്റയ്ക്ക് താമസിക്കുന്ന അവരുടെ ഭർത്താവ് അവരെ ഇട്ടേച്ച് പോയതാണ്. അവരുടെ കുട്ടിയായിരുന്നു. അപ്പൊ നിങ്ങളൊരു സഹായിയായിട്ട് കൊച്ചിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി പൈസ ചികിത്സിച്ച് അസുഖങ്ങളൊക്കെ ഭേദമാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോയി. അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് നമ്മൾ ഇന്നുവരെ ഇല്ല. ഇപ്പൊ ഇല്ല. നിങ്ങൾ അവിടുന്ന് വിട്ടിട്ട് ഭാര്യയായിട്ട് താമസിക്കാൻ തുടങ്ങിയത് ആ സ്ത്രീക്ക് അറിയാം, അതോടുകൂടി അവര് ഇല്ല. ശരി. അവൻ ബാബുവിനെ കുറിച്ച് നമുക്ക് അന്വേഷിച്ചപ്പോൾ കിട്ടിയ റിപ്പോർട്ട് മദ്യവും മയക്കുമരുന്നും കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. അത് ഉപയോഗിക്കുന്നത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഭാര്യയും കുഞ്ഞുങ്ങളെയും ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നു. അതിനകത്ത് വേറൊരു കാര്യമുണ്ട് മേഡം. ഞാനിപ്പം മദ്യപിച്ചിട്ട് വന്നോ, അല്ലെങ്കിൽ ഒരു ഭർത്താവ് മദ്യപിച്ചിട്ട് വന്നോ അല്ലെങ്കിൽ വന്നില്ലയോ എന്നുള്ളതല്ല. അപ്പം വരുമ്പോൾ നമ്മൾ മദ്യപിച്ചിട്ടാണോ വരുന്നത്. അപ്പം അന്നേരം നമ്മളോട് നമ്മുടെ വൈഫ് റൈസ് ആകുമ്പോൾ നമ്മൾ എന്തായിരിക്കും പ്രതികരിക്കുക? അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ ആ മദ്യത്തിൻ്റെ ലഹരി ഇറങ്ങി കഴിയുമ്പോൾ എന്നോട് ലോകത്തിൽ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ പറയുന്നതിൻ്റെ 3 ഇരട്ടിയായിട്ട് നമ്മളോട് നമ്മുടെ വൈഫ് തട്ടിക്കയറുവാണെങ്കിൽ എന്താ സംഭവിക്കുക? അതെന്താ അറിയോ, ഒരു അല്ലാത്ത കാര്യം ചെയ്യുമ്പോൾ ആ സമയത്തുള്ളവരുടെ പിന്നെ നിങ്ങളുടെ മദ്യത്തിന്റെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം സാവകാശം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്രയും നാളിനിടയ്ക്ക് അത് മാറണമായിരുന്നല്ലോ ബാബു. അല്ല, അങ്ങനെ ഒരു എനിക്ക് എന്റെ കാരണവന്മാരായിട്ട് എനിക്ക് നിങ്ങൾ ഉപദ്രവിക്കുന്നത് ആരായാലും
ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങനെ കുനിച്ചു നിർത്തി ഒരു ഇടി ഇടിക്കുവോ അല്ലെങ്കിൽ ഒരു വടിയെടുത്തൊരു അടി കൊടുക്കുവോ അങ്ങനെയുള്ള ഒരു ഉപദ്രവം അല്ലാണ്ട് നമ്മൾ മനസ്സറിഞ്ഞൊന്നും ഉപദ്രവിച്ചിട്ടില്ല. നിങ്ങൾ ഹെൽമെറ്റ് എടുത്ത് അവരെ അടിക്കാൻ ഒരുങ്ങി, തലയ്ക്ക് അടിക്കാൻ. ഹെൽമെറ്റ് എടുത്ത് ഓങ്ങി അടിക്കാൻ പറ്റുമോ നമുക്ക്? അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയില്ലേ. ആ കൊച്ചിനെ എന്നിട്ട് അത് കുഞ്ഞ് പിടിച്ചു മാറ്റാൻ ചെന്നപ്പോൾ അതിനെ ഉപദ്രവിച്ചു. അതൊക്കെ വെറുതെ നിസ്സാര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. നമ്മളിപ്പോ ഓങ്ങിയെന്നും പറഞ്ഞ് നമുക്ക് അടിക്കാൻ പറ്റിയല്ലോ മേഡം. ബാബു, ഒരു ദിവസം കൊണ്ടൊരു കടലുണ്ടാവത്തില്ല. അതില്ല, ഓരോ തുള്ളിയായിട്ട് വീണ് വീണ് പല തുള്ളികളായ ഒരു സാഗരം ഉണ്ടാവും. നിങ്ങളുടെ ഓരോ ദിവസത്തെ ഈ ഉപദ്രവവും അടിയും ഇതിങ്ങനെ കൂടി 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 സഹി കെടുമ്പോഴായിരിക്കും ഇത്തരം ഒരു വേദിയിലേക്ക് ഒരാൾ വരാൻ തയ്യാറാകുന്നല്ലേ. അല്ലാതെ ബാബു ഒരു ദിവസം ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ അടിച്ചു, അച്ഛനാണ് തെറ്റ് ചെയ്തു, കൊച്ചുങ്ങളെ 2 അടി കൊടുത്തു, ആരാ ഏത് സ്റ്റേഷനിലാണ് പോകുന്നത്? നിങ്ങൾ പല ദിവസം ഇത് ചെയ്യുകയും. ഇല്ല, ഞാൻ എന്റെ മോനെ ആ പാടെ ഞാൻ പറയാൻ ഒറ്റ പ്രാവശ്യം ചെമ്പരത്തി പൊടി എടുത്ത് വെട്ടി 2 അടി വെച്ച് കൊടുത്തത് തന്നെയാണ്. അത് ഇല്ലാന്ന് ഞാൻ പറയില്ല, ഏത് കോടതിയിലും പറയാൻ തയ്യാറാണ്. അല്ലാണ്ട് ഞാൻ ഇന്നുവരെ ആ കൊച്ചിനെ നോവിച്ചിട്ടില്ല. ഉറങ്ങിക്കിടക്കുന്ന ആ കുഞ്ഞ് അത് കമിഴ്ന്ന് കിടക്കുക എന്നും പറഞ്ഞ് നിങ്ങൾ ഉറക്കത്തിൽ അതിനെ വലിച്ചെടുത്തിട്ട് അടിച്ചു എന്നാണല്ലോ കേൾക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല മേഡം, എനിക്കറിയത്തില്ല. ബോധാവസ്ഥ ചെയ്തോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല മേഡം. ഞാൻ അങ്ങനെ അമിതമായിട്ടൊരു മദ്യപാനിയല്ല. എനിക്ക് അങ്ങനെ അമിതമായിട്ട് മദ്യപിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഇളയ കൊച്ചിൻ്റെ പേരിൽ തന്നെ ആഗ്നസ് കാറ്ററിംഗ് സർവീസ് എന്ന് പറഞ്ഞിട്ട് വിസിറ്റിംഗ് കാർഡ് വരെ അടിച്ചിറക്കിയിരിക്കുന്ന ഒരു കുക്കാണ് ഞാൻ. എനിക്ക് എൻ്റെതായ ഉത്തരവാദിത്തത്തിൽ പോകുമ്പോൾ അതിൻ്റെതായ ഒരു ലെവലുണ്ട്. ഞാൻ ആ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഞാൻ മദ്യപിക്കാറില്ല. ഞാൻ മദ്യപിക്കുകയാണെങ്കിൽ 2 പെഗ് അല്ലെങ്കിൽ 3 പെഗ്, അതിന് മുകളിൽ മദ്യപിക്കാറില്ല. പിന്നെ പറയുന്നവർക്ക് എന്ത് വേണേലും പറയാം, ഞാൻ കള്ളു കുടിച്ച് അങ്ങനെ ഓവറായിട്ട് അവർ ഈ 13 വർഷം ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് ജോലി ചെയ്ത് കുഞ്ഞിനെ വളർത്തിയ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ എന്തെല്ലാം ദുഃഖങ്ങൾ കടന്നു വന്നിട്ടുണ്ടാവും. ഒരാളിൻ്റെ സപ്പോർട്ട് വേണ്ട എത്രയൊക്കെ അവസരങ്ങളുണ്ട്, ഭർത്താവിൻ്റെ സപ്പോർട്ട് ആവശ്യമുള്ള സന്ദർഭങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ആശ്വാസത്തിന് അവിടെ ഒരു സ്ത്രീയും കുടുംബവും ഉണ്ട്. ഒരുപക്ഷെ അതില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കെങ്കിലും നിങ്ങളുടെ കുടുംബത്തെ പറ്റി ചിന്തിക്കാൻ സമയം കിട്ടിയാലേ. നിങ്ങൾക്ക് തൽക്കാല ശാന്തിക്ക് ലയബിലിറ്റീസ് ഒന്നും എടുക്കണ്ട, കല്യാണം കഴിക്കണ്ട, ചോദിക്കാനും പറയാനും ആരുമില്ല, സുഖമായിട്ട് വന്നു പോകാൻ പറ്റിയൊരു വീട് നിങ്ങൾക്ക് കിട്ടി. ആ സ്ഥാനത്ത് ഈ 13 വർഷം നിങ്ങളെ കാത്തിരിക്കേണ്ട കാര്യമില്ല. വേറൊരു മനുഷ്യനോട് ഈ സ്ത്രീ ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ജീവിച്ചോട്ടെ പറഞ്ഞത്. അപ്പൊ അവരങ്ങനെ വെച്ചില്ലല്ലോ. 13 വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്നപ്പോഴും സ്നേഹപൂർവ്വം നിങ്ങളെ സ്വീകരിച്ചു. വീണ്ടും നിങ്ങളുള്ളൊരു കുഞ്ഞ് അവർ പ്രസവിച്ചു. നിങ്ങളോടൊപ്പം തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ. അപ്പോൾ അവർ നിങ്ങളെ വീണ്ടും ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ പല കണ്ടീഷൻസും മുമ്പോട്ട് വെക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കാര്യം ഉണ്ടാവില്ലേ ബാബു? നമുക്ക് അവരോട് കൂടെ സംസാരിച്ചെങ്കിലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും സെലിനെ വിളിക്കാം നമുക്ക്. ബാബു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബാബു പറഞ്ഞത് 13 വർഷം ബാബു പിരിഞ്ഞിരിക്കുകയായിരുന്നു, നിങ്ങളെ പ്രണയവിവാഹമായിരുന്നു, അയൽവാസികളായിരുന്നു അല്ലേ? കല്യാണത്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും സഹകരിച്ചില്ല, നിങ്ങളുടെ വീട്ടുകാർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ലല്ലേ? ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു എതിർപ്പ്. എന്തായിരുന്നു കാരണം അങ്ങനെ എതിർപ്പ് ഉണ്ടാവാൻ? അവരുടെ വീട്ടിലെ ചാച്ചനില്ലായിരുന്നു, അമ്മ, പിന്നെ 3 പെങ്ങന്മാരും അനിയനും ചെറുതായിരുന്നു. പിന്നെ എന്തൊക്കെയോ കാരണങ്ങളാൽ. അപ്പം അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് കല്യാണം കഴിച്ചാൽ കുടുംബത്തിലെ മറ്റു ഉത്തരവാദിത്തങ്ങളൊന്നും പിന്നെ നിർവഹിക്കാൻ കഴിയാതെ പോകുമെന്നുള്ളതായിരിക്കും അല്ലേ? അവര് നേരിട്ട് ഞങ്ങളോട് എതിർപ്പൊന്നും പറഞ്ഞില്ല. അമ്മയ്ക്ക് തീരെ വയ്യാത്തതാണ്. പിന്നെ മൂത്ത പെങ്ങള് കെട്ടിപ്പോയതാണ്. പിന്നെ 3 പേരും മഠത്തിലായിരുന്നു. അല്ലാതെ ആ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട്. അങ്ങനെ വയ്യാതിരിക്കുന്ന ഒരു അമ്മയ്ക്ക് ഒരു മരുമോള് വന്നാൽ ശുശ്രൂഷിക്കാനും കാര്യങ്ങൾക്കും എളുപ്പമാണെന്നല്ലേ ചിന്തിക്കേണ്ടത്? അവരെന്നോട് ഒരു കുഴപ്പമില്ല, അവർക്കൊക്കെ എന്നോട് ഇപ്പോഴും സ്നേഹമാണ്. അദ്ദേഹം പറഞ്ഞതാണ് എതിർപ്പാണെന്ന് അല്ലേ? അതേ അറിയത്തുള്ളൂ. എന്താണ് അപ്പം എന്താണ് കാര്യം എന്നുള്ള അറിയത്തില്ല. അപ്പം എന്തായാലും നിങ്ങൾ കല്യാണം കഴിഞ്ഞ നല്ല സന്തോഷമായിട്ട് തന്നെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇല്ല, 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി അടിയും ബഹളം. അടിയും ബഹളം. അദ്ദേഹം മദ്യപിക്കും. വേറെന്തെങ്കിലും ദുശീലം ഉണ്ടോ? ആദ്യം ഒന്നും ഇല്ലായിരുന്നു, പിന്നെ കഞ്ചാവ് അടിക്കാൻ തുടങ്ങി വന്ന ഇടയ്ക്ക്. ഈ 13 വന്നതിന് ശേഷം ആദ്യം മദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മദ്യം ബീഡി വലിക്കും, നല്ലപോലെ സിഗരറ്റും ബീഡിയൊക്കെ വലിക്കും. ഉപദ്രവിക്കും ആണല്ലേ? സെലിനെ ഉപദ്രവിക്കും, ഒരുപാട് ഉപദ്രവിക്കും. എന്തോ പറഞ്ഞായി ഉപദ്രവിക്കുന്നേ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പറയുന്നത് എന്തായാലും നമ്മളത് അനുസരിച്ചിരിക്കണം. പൊട്ടത്തരം ആയാലും അനുസരിച്ചിരിക്കണം. പിന്നെ എൻ്റെ അമ്മയുടെ അടുത്ത് പോകരുതെന്ന് പറഞ്ഞാൽ ഞാൻ പോകരുത്. ഞാൻ പറയുന്നത് അനുസരിച്ച് നിൽക്കുന്ന ഭാര്യയായിരിക്കണം എനിക്ക്. തല്ല് തന്നാലും ചിരിക്കുന്ന ഭാര്യയായിരിക്കണം. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ശരി. പൊതുവെ നിങ്ങൾ വഴക്കുണ്ടാക്കുന്ന അദ്ദേഹം മദ്യപിച്ച് വന്ന് ബഹളം ഉണ്ടാക്കുന്നു എന്നുള്ളതിന് മാത്രമായിരിക്കും ആണോ? അതോ പണത്തിന്റെ കാര്യത്തിന് വഴക്കുണ്ടാവാറുണ്ടോ? ഇല്ല, സ്ത്രീധനം വേണമെന്നൊന്നും പറയില്ല. പക്ഷെ കൈ കാശില്ലാതായി കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്.
വീട്ടിലും ബഹളം ഉണ്ടാക്കും. അവിടുത്തെ സ്വന്തം അമ്മേനെ അടിക്കും, ബഹളം ഉണ്ടാക്കും. അങ്ങനെയൊക്കെയായിരുന്നു. ജോലി ചെയ്ത് കാശൊക്കെ കൊണ്ടുവന്ന് തരുമോ? ഒരു ദിവസം പണിക്ക് പോയി 9 ദിവസം പണിക്ക് പോവില്ല. ഈ ഒരു ദിവസത്തത് പിന്നെ കൊണ്ടുപോയി മദ്യപത്തിനും സിഗരറ്റിനും ചിലവാക്കാനേ തികയത്തുള്ളൂ. അപ്പം കാശ് ചോദിക്കും സെല്ലിനോട്, കൊടുത്തില്ലെങ്കിൽ അടിക്കും. ജോലി ആയി കഴിഞ്ഞ ശേഷമാണ് കാശ് എന്നോട് മേടിക്കാൻ തുടങ്ങിയത്. അതിന് മുന്നേ ജോലിയൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ കുഞ്ഞിന് 6 മാസം ആയപ്പോൾ ഇട്ടേച്ചും പോയല്ലോ മൂത്ത കുട്ടിക്ക്. അത് കഴിഞ്ഞ് 13 വർഷത്തിന് ശേഷം തിരിച്ചു വരുന്നത്. ജോലി അംഗൻവാടിയിൽ ഞാൻ താൽക്കാലികമായിട്ട് 3 മാസം വീതം ചെയ്തിട്ട് പിന്നെ 2008 അത് സ്ഥിരപ്പെട്ടു. ഇപ്പൊ അത്യാവശ്യം ഒരു കുടുംബം പറ്റാനുള്ള ശമ്പളമൊക്കെ ഉണ്ടോ? 3500 രൂപ ശമ്പളം. ഓണററി മാത്രമേ, ഹെൽപ്പേഴ്സിനുള്ള ശമ്പളം അത്രയേ ഉള്ളൂ. അത് വെച്ചിട്ട് വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നുണ്ടോ? അങ്ങനെ തന്നെയായിരുന്നു ആ കുട്ടീനെ ഞാൻ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ. വീട് സ്വന്തമായിട്ടായി? അത് ലോൺ എടുത്ത് വീട് വെച്ചതാ. ലോൺ അടച്ചു തീർന്നിട്ടില്ല. അതിന്റെ ജപ്തി നോട്ടീസ് വന്നുകൊണ്ടിരിപ്പുണ്ട്. 15% പലിശയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇതൊക്കെ അറിയാമോ ബാബുവിന്? പിന്നെ അറിയാം, തീർച്ചയായിട്ടും അറിയാം. കാര്യമുണ്ട് മാഡം, ഇവിടെ ഈ മാഡത്തിനെ രജിസ്റ്റർ ചെയ്ത് കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കാര്യങ്ങൾ നടത്തേണ്ടതിന് പകരം അവളുടെ സ്വാർത്ഥ താല്പര്യത്തിന് സ്വന്തമായിട്ട് ജീവിക്കാൻ പോയപ്പം എൻ്റെ അമ്മയും എൻ്റെ കൂടപ്പിറപ്പുകളും എന്നിൽ നിന്ന് പിരിഞ്ഞു. എനിക്കുണ്ടായിരുന്ന ഭൂമിയും നഷ്ടപ്പെട്ടു, എൻ്റെ വീടും നഷ്ടപ്പെട്ടു, അങ്ങനെയെല്ലാം പോയി. ഇപ്പം ഞാൻ വെറും 0 ബാലൻസിലായി. ആദ്യം നിങ്ങളുടെ വീട്ടിലാണോ താമസിച്ചിരുന്നത്? താമസിക്കേണ്ടതായിരുന്നു, അവിടെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നിങ്ങളല്ലേ പറഞ്ഞ അവർക്കൊക്കെ എതിർപ്പാണെന്ന് പറഞ്ഞത്? അവർക്ക് എതിർപ്പെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ. വീട്ടിൽ അമ്മ എന്ന് പറഞ്ഞ ഒരാൾ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് തലയ്ക്കകത്ത് ബ്ലഡ് കയറി സ്ഥിരത ഇല്ലാതായി പോയ ആളാ. അമ്മ ഇപ്പൊ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ചിന്തയായിരിക്കും. അപ്പൊ അങ്ങനെ പോകും മൈൻഡുള്ള ഒരാളാണ് എൻ്റെ അമ്മ. അപ്പൊ അത് താരതമ്യം ചെയ്യാൻ പുള്ളിക്കാരത്തിക്ക് സാധിച്ചില്ല. പുള്ളിക്കാരത്തിയുടെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കണം. അത് അന്നും അങ്ങനെയാണ്, ഇന്നും ഇങ്ങനെയാണ് നിലനിന്ന് പോകുന്നത്. ഏതാണ് ബാബു സ്വന്തം ഇഷ്ടം? എന്റെ അമ്മേനെ നോക്കണമെന്നോ അല്ലെ എന്റെ കൂടപ്പിറപ്പുകളെ നോക്കണമെന്നോ യാതൊരു ചിന്താഗതിയും. പെട്ടിയിലിട്ടടക്കുന്ന കുഞ്ഞുങ്ങളാണോ അവര് നോക്കിക്കൊണ്ടിരിക്കാൻ? അവരൊക്കെ കല്യാണം കഴിച്ച് വേറെ പോയ ആൾക്കാരല്ലേ ബാബു? അവര് വന്ന് ഇവരെ നോക്കാൻ ചെന്താ? നിങ്ങൾ 13 കൊല്ലം കളഞ്ഞിട്ട് പോയതാണ്. എന്നിട്ടും ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ അന്തസ്സായിട്ട് കുഞ്ഞിനെ പോറ്റി ജീവിക്കുന്നില്ലെന്നും പറഞ്ഞാൽ അവരിങ്ങോട്ടല്ലേ ഒന്ന് നോക്കേണ്ടത്? അവര് അങ്ങനെയല്ല മാഡം. ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് സുഖമില്ലാത്ത ഒരാളല്ലേ, പിന്നെ എൻ്റെ താഴെയുള്ള പെങ്ങന്മാരല്ലേ, അവർക്ക് തിരിച്ചുള്ളതാ. അതായത് എൻ്റെ അനിയൻ വരെ ഇപ്പോൾ 35 വയസ്സുണ്ടെന്ന് പറഞ്ഞിട്ടല്ല, അന്ന് തീരെ ചെറുതാ. 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന പ്രായമാണ്. ആരാ നോക്കണ്ടേ? വിവാഹം കഴിഞ്ഞ എന്റെ വീട്ടിലേക്ക് അവിടെ എത്ര നാൾ താമസിച്ചു? അവിടെ 3 മാസം തേച്ച് താമസിച്ചില്ല. വലിയ മലയാണ്, അവിടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ എങ്ങോട്ട് പോയി? പിന്നെ അവിടുന്ന് കേസും കൊടുത്ത് പിന്നെ അവിടെ കേസ് കൊടുത്തോ? എന്റെ പേര് കേസ് കൊടുത്ത് പിന്നെ അവിടെ താമസിക്കണ്ടെന്ന് പറഞ്ഞ് പിന്നെ 3ാമതൊരു സ്ഥലത്ത് താമസിച്ചു. അവിടെ നിന്നാണ് പിന്നെ അടി തുടങ്ങി. അതായത് പണിക്കൊന്നും പോവില്ല, പകലെല്ലാം കിടന്നുറങ്ങും, രാത്രി ആയി കഴിഞ്ഞ് ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് അടിച്ചു കഴിഞ്ഞ് പിന്നെ പ്രസവിച്ച് കിടക്കുമ്പോഴും അവിടെയും വന്ന് ആശുപത്രിയിലും വന്ന് പ്രശ്നം ഉണ്ടാക്കി, ഛർദ്ദിച്ച് പ്രസവ വാർഡിൽ ബെട്ടിൽ കുഞ്ഞിൻ്റെ എൻ്റെ അടുത്തൊക്കെ അങ്ങനെ ആകെ നാണക്കേടൊക്കെ വരുത്തി വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് കേസൊക്കെ കൊടുത്തത്. കേസ് കൊടുത്ത് വീണ്ടും ഇവർ ഒരുമിച്ച് താമസിക്കട്ടെ, കുടുംബ വീട്ടിലായതുകൊണ്ടാണല്ലോ പ്രശ്നമെന്നും പറഞ്ഞ് ഒരുമിച്ച് താമസിപ്പിച്ചു. അപ്പം എന്ത് ചെയ്യും? ചാരായം മാറ്റാൻ പോകും. രാത്രി 1 മണി 2 മണിയാകുമ്പോൾ കയറി വന്നിട്ട് വാതിൽ തുറക്കാൻ താമസിച്ച അപ്പം അടി. എന്താടി ഇത്രയും താമസം? അടി വെച്ചോണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള അടിയാണ്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞ് എന്നെയും കൊച്ചിനെ ഇട്ട് അടിച്ചു. കുഞ്ഞു കൊച്ചിനെ കാലെ പിടിച്ച് തൂക്കിയെടുത്ത്. അന്ന് മൂത്ത കുട്ടിക്ക് 4 മാസം പ്രായമുള്ളൂ. തൂക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ നാട്ടുകാരിടപെട്ടു. കൊച്ചിനെ തന്നെ ആശുപത്രിയിലാക്കി. അപ്പോൾ ആശുപത്രി പൊളിച്ച് അവിടെ വന്നു രാത്രി 2 മണിയായപ്പോൾ. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ് ഇറങ്ങിപ്പോണമെന്ന്. അപ്പോൾ ഡോക്ടറെ ഭീഷണിപ്പെടുത്തി, നീ വിളിക്ക് പോലീസിനെ എന്നൊക്കെ പറഞ്ഞ്. കുടിച്ചു കഴിഞ്ഞാൽ ഭ്രാന്താണ്, എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു എന്നൊരു ചിന്തയില്ല, എന്തും പ്രവർത്തിച്ച് കളയും. ആ ഒരു സ്വഭാവമായിരുന്നു. എന്നിട്ടാണ് ഞാൻ പറഞ്ഞു കുടിയും ചീട്ടുകളിയും നിർത്താതെ ഞാൻ കൂടെ ജീവിക്കാൻ വരികയല്ലെന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് ഞാൻ 2 ഗ്ലാസ് അടിച്ചോളൂ, എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലെന്നും പറഞ്ഞ് കാലേ വന്ന് വീണപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല ഇങ്ങനെ ജീവിക്കാൻ. കുടിയും ചീട്ടുകളിയൊക്കെ നിർത്തി, പിടിവലി നിർത്തിയെന്ന് നന്നാകുന്ന അന്ന് കൂടെ ജീവിക്കുന്നു. ഇത് നിന്റെ അന്തിമ വാക്കാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ വരുന്നത് കൊച്ചിന് 1.5 വയസ്സുള്ളപ്പോഴാണ്. ഹലോ യൂട്യൂബ്, മൈ നെയിം ഇസ് ലക്ഷ്മി മേനോൻ. വെൽക്കം ടു മൈ ചാനൽ. സോ FBയിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ ടോൺ. സമഗ്ര സംഭാവന അവാർഡ് 2014
And the winner is Ahmed Siddiqui for various films. കൈവച്ച എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വളരെ മോശമാക്കിയ ഒരാളാണ് കഴിഞ്ഞ വർഷം അഹമ്മദ് സിദ്ദിഖി അഥവാ ഗോഡ് സ്പീഡ്.